പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പ്രിയ സഹോദരങ്ങളെ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദുഃഖാന്തര കുടുംബാംഗങ്ങളെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഗ്രേസി ഫ്രാൻസിസ് എന്ന ഈ പ്രിയ മാതാവിന് കൂടി ഇടവക കുടുംബം ഇന്ന് യാത്രാമൊഴി യാത്രാമംഗളങ്ങൾ നേരുകയാണ്. ഏതാണ്ട് 67-68 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം ഈ മാതാവിനെ അനുഗ്രഹിച്ചു. നൽകിയ ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് തൻ്റെ ജീവിതയാത്ര എവിടെ നിന്നാണ് ആരംഭിച്ചത് അവിടേക്ക് മടങ്ങിപ്പോവുകയാണ്. നല്ലൊരു യാത്ര വഴി യാത്രാമംഗളം നേരുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. മരണം ഒരവസാനമല്ല. അതുകൊണ്ടാണ് ഈശോ തൻ്റെ മരണസമയത്ത് പ്രകാരം പ്രാർത്ഥിച്ചത്, കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. അതായത് നീ തന്ന ജീവനെ ഇതാ നിന്റെ കരങ്ങളിൽ തന്നെ തിരികെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ദൈവം തന്ന ജീവനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ തിരികെ ഏൽപ്പിക്കുന്നതാണ് മരണം. ഇന്ന് ഈ പ്രിയ മാതാവ് തനിക്ക് നൽകിയ ജീവനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ തിരികെ ഏൽപ്പിക്കുകയാണ്. ഇനി ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ഈ സഹോദരിയെ സ്വീകരിക്കുവാൻ വേണ്ടി പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ ജെറുസലേമും ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയത് വന്നു കഴിയുമ്പോൾ പഴയതിന് നിലനിൽപ്പില്ല. പൂർണ്ണമായത് വന്നു കഴിയുമ്പോൾ അപൂർണമായതിന് നിലനിൽപ്പില്ല. ഇനി ജീവന്റെ പൂർണ്ണതയിലേക്ക്, ജീവന്റെ ഉത്സവത്തിലേക്ക് ഈ സഹോദരി പ്രവേശിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ളതെങ്കിൽ അവയെല്ലാം കാരുണ്യവാനായ ദൈവം സഭയെ കൊടുത്ത് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ ഈ സഹോദരിക്ക് നൽകുമാറാകണമേ എന്ന്
ഭക്തിയോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി നമുക്ക് ഒരുമിച്ച് അർപ്പിക്കാം. അതിന് നമ്മൾ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് അവിടുത്തെ കാരുണ്യം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോട് ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ കന്യകയായ പരിശുദ്ധമറിയത്തോടും എല്ലാ അനാഥമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുത്ത് നമ്മെ നിത്യമായ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. സർവശക്തനായ പിതാവായ ദൈവമേ, അങ്ങേ പുത്രൻ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തു എന്ന വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ പുത്രനിൽ നിദ്ര പ്രാപിച്ച ദാസി ഗ്രേസി ഫ്രാൻസിസ് ഈ രഹസ്യത്താൽ അവിടെ വഴി ഉത്ഥാനം ചെയ്ത് ആനന്ദിക്കാൻ കരുണാപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവവുമായി ജീവിച്ചുവായുള്ള അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടൽ അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജലസ്ത്രീ ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മാവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയ സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, അവിടുന്ന് അവരോട് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരുടെ കൂടെ അയക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ വീടുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനി ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദ്യവും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം കഴിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിന്റെ വചനം. കർത്താവിനെതിരെ എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. കർത്താവിനെതിരെ എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവൻ എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവൻ എന്നെ നയിക്കുന്നു. അവൻ എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവിനെതിരെ എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തെ നിഴലിക്കുന്ന താഴ്വരയിലൂടെ ഞാൻ കടന്നു നടത്തുന്നെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ വഴിയിൽ തന്നെ എനിക്ക് ഉറപ്പേകുന്നു. കർത്താവിനെതിരെ എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല.
എനിക്ക് വിരുന്നെടുക്കുന്നു. എന്റെ ശിരസ് കയ്യിൽ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് ദൈവമേ, എനിക്ക് ഒന്നും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഭവിക്കും. കർത്താവിന്റെ അരയിൽ ഞാൻ എനിക്ക് വസിക്കും. കർത്താവാണ് ദൈവമേ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും നാഥനായ പിതാവേ, ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ എന്നെ സ്തുതിക്കുന്നു. യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്യുന്നു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് തരും. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചതിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയ ഗൗരവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചതിൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാരും അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം വഴി നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യപ്പെടുമാറാകട്ടെ. ആമേൻ. അങ്ങേക്ക് ഈ കാഴ്ചകൾ ഞങ്ങൾ വിനയപൂർവ്വം അർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ സ്നേഹാത്രനായ രക്ഷകനാണെന്ന് നിസ്സംശയം എടുത്തു പറഞ്ഞ ഈ സഹോദരി കാരുണ്യവാനായ കർത്താവായി അവിടുത്തെ ദർശിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങൾ
ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയെ അർപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങൾ എല്ലാവരും മരിക്കാതിരിക്കാൻ ഒരാൾ തന്നെ മരണം കൈവരിച്ചു. ഞങ്ങൾ എല്ലാവരും അങ്ങേക്ക് വേണ്ടി നിത്യമായി ജീവിക്കാൻ ഒരാൾ തന്നെ മരിക്കാനും തിരുമനസ്സായി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അഭിരാമം ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങയുടെ ആത്മാവാൽ അനുഗ്രഹം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരു രക്തവുമായി തീരുമാനത്തെ അവിടുന്ന് കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകളിൽ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം മത്തായം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ മഹാരഹസ്യം അവിടുത്തെ മരണവും ഈർപ്പവും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിന്, അങ്ങയെ പരിചരിക്കുന്നതിന്, മക്കളാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ
പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപരാധ്യക്ഷനായ കോളാഞ്ചലിയോടും വൈദികഗണത്തോടുമൊക്കെ സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഇന്ന് ഈ ലോകത്തിൽ നമ്മെ പങ്കിലേക്ക് വിളിച്ച അമിതാസി ഗ്രേസി ഫ്രാൻസിസിനെ ഓർക്കണമേ. അമിപുത്രന്റെ മരണത്തിൽ സദൃശ്യമായി അവിടുത്തോടൊന്നായി തീർന്ന ഈ സഹോദരിയെ അവിടുത്തെ ഉത്ഥാനത്തിൽ ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ മൃതിയടഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാവരും കഴിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാവർക്കും മഹത്വവും എന്നേക്കും പിതാവിനെ വിളിച്ചതിനെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ഈ സഹോദരിയുടെ ആത്മാവിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പിതാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Amen.
ദൈവമേ, അങ്ങേ പുത്രൻ തന്റെ ശരീരത്തിന്റെ ഉദാശയെ തിരുപ്പാക്കയുമായി ഞങ്ങൾക്ക് നൽകിയിരുന്നു. അങ്ങനെ ഇതുവഴി ഞങ്ങളുടെ സഹോദരി ഗ്രേസി ഫ്രാൻസിസ് ക്രിസ്തുവിന്റെ നിത്യമായ പ്രകാശത്തിലേക്ക് എത്തിച്ചേരാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കുകയായി. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. പ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവ്വജീവജാലങ്ങളുടെ നിദാനമായ ദൈവത്തോട് കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതി ശിക്ഷയിൽ നിന്ന് മോചനം നൽകട്ടെ. നലിടനായ ക്രിസ്തുനാഥൻ ഈ സഹോദരി പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധി എല്ലാ വിശുദ്ധരോടുമൊക്കെ നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഈ സഹോദരിക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ. വീട്ടിലെ സഹോദരിയെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും
അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ, ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ.
നന്ദി പറഞ്ഞു മടങ്ങട്ടെ, നന്ദി പറഞ്ഞു മടങ്ങട്ടെ. Jangan